പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നുതമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും നമുക്ക് അനുഗ്രഹവും അവസരവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിന് നന്ദിയും ആരാധനയും കരേറ്റാം. നാം ഈ നാളുകളിൽ കർത്താവ് സ്വയം വിശേഷിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്ത തമ്പുരാൻ്റെ ചില യോഗ്യതകളെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ പരമ്പരയിൽ ഒരു ചിന്ത കൂടെ ചേർത്ത് വയ്ക്കട്ടെ. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. എത്ര മധുരമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, അടിവരയിട്ട് ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി മാറ്റം ചെയ്യാനാകാത്ത വ്യക്തമായ ദൃഢനിശ്ചയത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുള്ളത് ഇടയൻ തന്നെ വാതിലായി വെളിപ്പെടുകയാണ്. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തിൽ പലസ്തീനായിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്ന മനോഹരമായ പാഠങ്ങൾ തൻ്റെ ശ്രോതാക്കൾക്ക് വളരെ എളുപ്പം മനസ്സിലാകത്തക്കവണ്ണം ആനുകാലികമായ സംഭവങ്ങളുമായി ചേർത്ത് വെച്ചാണ് കർത്താവ് പാഠങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നത്. ഈ അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്ന്. ഇടയൻ മാത്രമല്ല, വാതിലും കൂടെയാണ് താനെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ആടുകൾക്ക് കാവലായിരിക്കുന്ന ഇടയനെക്കുറിച്ചാണ് നാം കാണുന്നത്. വാതിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് അകത്തു വരുവാനും പുറത്തു പോകുവാനുമുള്ള കവാടമാണ്. അപ്പോൾ തന്നെ സുരക്ഷിതത്വം നൽകുന്ന, അടച്ചുറപ്പ് നൽകുന്ന, ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടമൊരുക്കുന്ന ഒന്നാണ് വാതിൽ. ഞാൻ വാതിലാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ കാണണം. ഭൗമലോകത്ത് നിന്ന് നാം അതിനെ വിലയിരുത്തുവാനായിട്ട് ശ്രമിച്ചാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, സഭയ്ക്കകത്ത് ഉള്ളവരൊക്കെ നല്ല ഇടയനാകുന്ന കർത്താവിൻ്റെ ആടുകളാണ്. ഈ ആടുകളുടെ വാതിൽ താനാകുന്നുവെന്ന് പറയുമ്പോൾ സഭയ്ക്കകത്തേക്ക് ഒരാൾ പ്രവേശിക്കുന്ന കവാടം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലേക്ക് എത്തുക, അങ്ങനെ ദൈവത്വത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വാതിലിലൂടെ അല്ലാതെ ഒരാൾക്ക് സഭയ്ക്കുള്ളിൽ വരാനായിട്ട് കഴിയില്ല. സഭയ്ക്കുള്ളിലായിരിക്കുന്ന സകലരും നല്ല ഇടയനായ ഈ കർത്താവിൻ്റെ സംരക്ഷണത്തിലാണ്. നല്ല ഇടയനായ കർത്താവ് എപ്രകാരം അവരെ സംരക്ഷിക്കുന്നുവെന്നും കരുതുന്നുവെന്നും പരിപാലിക്കുന്നുവെന്നും പഴയ നിയമത്തിൽ 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് പാടിപ്പറഞ്ഞു വച്ചിട്ടുണ്ട്. വിശക്കുന്നവന് ആഹാരമായും ദാഹിക്കുന്നവന് ദാഹജലമായും തളർന്നവന് വിശ്രാമമായും ശത്രുക്കളുടെ മധ്യേ കരുതലായും ഒക്കെ നല്ല ഇടയൻ നിൽക്കുന്ന മനോഹരമായ ചിത്രം സങ്കീർത്തകൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവാകുന്ന വാതിലിലൂടെ, കർത്താവാകുന്ന ആലയ്ക്കുള്ളിൽ കടന്ന് കർത്താവാകുന്ന സഭയുടെ ഭാഗമായി തീരുന്ന ദൈവമക്കളെല്ലാവരും വാസ്തവത്തിൽ കർത്താവിൽ സുരക്ഷിതത്വം കണ്ടെത്തുകയാണ്. അങ്ങനെ ദൈവത്വത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ്. ഇത്ര മനോഹരമായി കർത്താവ് ഈ പാഠം പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ തൊഴുത്തും തമ്പുരാനാണ്, വാതിലും തമ്പുരാനാണ്, ഇടയനും തമ്പുരാനാണ് എന്ന് വരുമ്പോൾ എന്തു വലിയ ഭാഗ്യമാണ് ആടുകൾ പ്രാപിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് തരുന്ന കരുതൽ എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഇതിനെ ഭൗമതലം വിട്ട് കുറേ കൂടെ ഉയർന്ന് സ്വർഗീയ തലത്തിലേക്ക്, ആത്മീയ തലത്തിലേക്ക് നാം മാറ്റി നിർത്തിയാൽ വാതിലാകുന്ന കർത്താവ് താനാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവരെ സ്വർഗമാകുന്ന മഹാമഹത്വത്തിൻ്റെ അവർണ്ണനീയമായ മഹാതേജസ്സിൽ ചേർക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർത്താവിനോട് കൂടെ നിത്യമായ ആനന്ദം അനുഭവിപ്പാൻ നമുക്കവൻ ഇടമൊരുക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഏക വാതിൽ ഞാനാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അതെ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല. ഞാനാണ് വഴിയും ഞാനാണ് സത്യവും ഞാനാണ് ജീവനുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്.
അത് മറ്റൊരു വേദഭാഗത്ത് പറഞ്ഞതാണ്, മറ്റൊരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളതുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വഴിയാകുന്നവൻ, വാതിലാകുന്നവൻ, ഈ വാതിലാകുന്ന കർത്താവിലൂടെ പ്രവേശിച്ചല്ലാതെ മഹത്വത്തിൻ്റെ രാജ്യത്തിൽ സർവശക്തനായ ദൈവത്തോടു കൂടെ ഒരു പരമാനന്ദം അനുഭവിപ്പാൻ ഒരാൾക്കും കഴിയില്ല. മറ്റൊരു വാതിൽ ഇല്ല. ഏക വാതിൽ യേശുക്രിസ്തുവാണ്. ഈ വാതിൽ എങ്ങനെ രൂപപ്പെട്ടു എന്നാണ് ഇനി നാം തിരിച്ചറിയേണ്ടത്. ദൈവം ഒരു വാതിൽ മുമ്പ് മനുഷ്യൻ്റെ മുമ്പിൽ അടച്ചിട്ടുണ്ട്. അത് പറുദീസയുടെ വാതിലാണ്. ദൈവകൽപ്പന ലംഘിച്ച്, ദൈവത്തെ സംശയിച്ച്, ദൈവത്തെ അവിശ്വസിച്ച്, പാമ്പിനെ വിശ്വസിച്ച്, ദൈവം വിലക്കിയ വൃക്ഷത്തിൻ്റെ കനി പറിച്ചു തിന്ന് ദൈവത്തെ പോലെ ആകാൻ ഉദ്യമിച്ച മനുഷ്യന് ദൈവത്തെ പോലെ ആകാൻ ഒത്തില്ല. അതോടൊപ്പം തന്നെ അവർക്ക് ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെട്ടു, രാജത്വം നഷ്ടപ്പെട്ടു, പൗരോഹിത്യം നഷ്ടപ്പെട്ടു, ഏദൻ പറുദീസ നഷ്ടപ്പെട്ടു. അവരുടെ എല്ലാ പ്രതാപവും അവരുടെ ആത്മീക ജീവനും അവർക്ക് നഷ്ടപ്പെട്ടു. തത്വത്തിൽ അവർ മൃതരായി മാറി. അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഏദനിൽ തുടരുവാൻ അവർക്ക് അർഹതയില്ലാത്തതുകൊണ്ട് ദൈവം അവരെ ഏദനിൽ നിന്നിറക്കി. ഏദൻ തോട്ടത്തിൻ്റെ വാതിലടച്ച് ക്രൂബേ മാലാഖമാരെ ഏദൻ തോട്ടത്തിൻ്റെ കാവൽ നിർത്തി. ഈ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ അതൊരു ശിക്ഷയാണെന്ന് ആരും നനയ്ക്കരുത്. വീണ്ടും ഏദനിൽ താമസിക്കുവാൻ അർഹത നേടുവോളം അവർ പുറത്തു നിൽക്കണമെന്ന ദൈവ പദ്ധതി, അവർക്ക് അകത്ത് കയറാനുള്ള സ്വർഗീയ പദ്ധതി നടപ്പിലാകും വരെ അവർ പുറത്ത് സുരക്ഷിതരായിരിക്കണമെന്ന ദൈവ പദ്ധതി, അകത്ത് കയറി വീണ്ടും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ, പാപാവസ്ഥയിൽ, മൃതാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ജീവവൃക്ഷത്തിൻ്റെ കനി തിന്ന് നിത്യമരണത്തിന് വിധേയപ്പെടാൻ ഇടയാകരുതെന്ന ദൈവീക പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പുറത്തു നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, അന്ന് അടച്ച വാതിൽ ക്രൂബേ മാലാഖമാർ കാത്തുകൊണ്ടിരുന്നു. വീണ്ടും മനുഷ്യൻ അകത്ത് കയറണമെങ്കിൽ വാതിൽ തുറക്കപ്പെടേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തു സ്വന്തം ശരീരമാകുന്ന തിരശീല കീറി. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പ്രാണനെ വിട്ട നിമിഷത്തിൽ യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് അടി വരെ കീറിപ്പോയി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തിരശീല മുകളിൽ നിന്ന് താഴേക്കാണ് കീറിയത്, താഴെ നിന്ന് മുകളിലേക്കല്ല. ആ തിരശീല കീറിയത് ദൈവമാണ്. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴെ വരെ കീറി ഒരു വാതിൽ തുറക്കപ്പെട്ടത്. അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പുത്രനായ മെശിഹാ തമ്പുരാൻ കാൽവരി ക്രൂസിൽ തൻ്റെ ദേഹമാകുന്ന തിരശീലയാണ് കീറിയത്. ആ തിരശീല കീറിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുകയാണ്. വാതിലാകുന്ന കർത്താവിലൂടെ സ്വർഗത്തിലേക്ക്, പറുദീസയിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ദൈവകൂട്ടായ്മയിലേക്ക് വീണ്ടും പ്രവേശനം ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കടന്ന് ഈ ആത്മീക അനുഭവം പ്രാപിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ക്രൂശിലെ യാഗത്തിൻ്റെ വില അറിഞ്ഞവരായി മാറണം. കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ പരമയാഗം മൂലം തുറക്കപ്പെട്ട വാതിൽ, എനിക്ക് മുമ്പിൽ പാപത്താൽ അടയ്ക്കപ്പെട്ട വാതിൽ തുറന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയണം. യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കടന്നു വേണം ഏതൊരാളും പറുദീസയുടെ പരമാനന്ദം അനുഭവിപ്പാൻ. യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കടന്നു വേണം ഏതൊരാളും നഷ്ടപ്പെട്ട ദൈവിക കൂട്ടായ്മയിൽ തിരികെ എത്തുവാൻ. അതിനുവേണ്ടിയാണ് കർത്താവ് വാതിലായി തീർന്നിട്ടുള്ളത്. ഇന്ന് പലരും വിചാരിക്കുന്നുണ്ട് വാതിലുകൾ പലതുണ്ട്, അതുവഴിയൊക്കെ അകത്ത് കയറാമെന്ന്. എന്നാൽ യഥാർത്ഥ വാതിലിലൂടെ അല്ലാതെ അകത്ത് കയറുന്നത് ഒരു മനുഷ്യന് കാമ്യമായിരിക്കുകയില്ല. വിരുന്നുശാലയിലേക്ക് വിളിക്കപ്പെട്ടവരെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടല്ലോ. വിരുന്നുശാലയിലേക്ക് വിളിക്കപ്പെട്ടവരിൽ ചിലർ ഊടുവഴിക്ക് അകത്ത് കയറി, എന്നാൽ അവർക്ക് കല്യാണ വസ്ത്രം നൽകപ്പെട്ടില്ല. നേരായ വഴിയിലൂടെ, നേരായ വാതിലിലൂടെ അകത്ത് കയറിയവർക്ക് മാത്രമേ ആ വിവാഹ വസ്ത്രം നൽകപ്പെട്ടിട്ടുള്ളൂ. യജമാനൻ വന്ന് തൻ്റെ വിരുന്നുകാരെ പരിശോധന കഴിക്കുന്നുണ്ട്. യഥാർത്ഥ വാതിലിലൂടെ കയറിയവർക്കൊക്കെ നൽകപ്പെട്ട വിശേഷ വസ്ത്രം ചിലർ ധരിച്ചിട്ടില്ല എന്ന് കണ്ടു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഏതു വഴിയാണ് അകത്ത് വന്നത്? അകത്ത് കയറി എന്ന സംതൃപ്തിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഞെളിഞ്ഞിരിക്കുകയാണ്. അർഹതയില്ലാതിരുന്നിട്ടും, ടിക്കറ്റ് കയ്യിലില്ലാതിരുന്നിട്ടും, ജീവിതത്തിൽ ഒരുങ്ങാതിരുന്നിട്ടും, പാപജീവിതം നയിച്ചിട്ടും, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട്, ഞങ്ങളുടെ കുശാഗ്രത കൊണ്ട്, ഞങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ അകത്ത് കയറി എന്ന് അവകാശപ്പെട്ട് വിരുന്നുശാലയിൽ അവർ ഞെളിഞ്ഞിരുന്ന് വിരുന്നുണ്ണാൻ ഒരുങ്ങുമ്പോഴാണ് തമ്പുരാൻ അവരെ സന്ദർശിക്കുന്നത്. നിങ്ങൾ ഏതു വഴിയാണ് അകത്ത് വന്നത്? നിങ്ങൾ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ. യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കയറുന്നവർക്ക് ആർക്കും ഇങ്ങനൊരു ചോദ്യം നേരിടേണ്ടി വരില്ല.
എപ്പോഴും നാം തിരിച്ചറിയേണ്ട ഒരു പാഠം, നമ്മൾ പ്രവേശിക്കുന്നത് പ്രോപ്പർ ചാനലിലൂടെ തന്നെ ആയിരിക്കണം. കുറുക്കു വഴികൾ തേടുന്നവരും ഊടുവഴികൾ തേടുന്നവരും ലജ്ജിക്കേണ്ടി വരും. അവരെ കയ്യും കാലും കെട്ടി പുറത്തെ ഇരുട്ടിൽ തള്ളിക്കളക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് കർത്താവ് വിളംബരം ചെയ്യുന്നതാണ് പിന്നെ നാം കാണുന്നത്. അപ്പോൾ കുറുക്കു വഴി തേടുന്നവരത് അറിയണം. ഇന്ന് പലരും മനസ്സിലാക്കുന്നത്, ഞാൻ തന്ത്രപരമായി ശ്രമിച്ചാൽ എനിക്ക് പ്രത്യേകമായി ചില വാതിലുകൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും, അതിലൂടെ അകത്ത് കയറാമെന്നാണ്. സഭയ്ക്കുള്ളിൽ ചിലരൊക്കെ കുറുക്കു വഴിയിലൂടെ കയറാൻ ശ്രമിക്കുന്നുണ്ട്, പലരും കയറി അകത്ത് ഇരിക്കുന്നുമുണ്ട്. മറ്റ് പലരും ജീവിതത്തിൽ യേശുക്രിസ്തുവാകുന്ന വാതിലിനെ തിരിച്ചറിയാതെ യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ വേണമെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ യോഗ്യതകളൊന്നും കൈവശപ്പെടുത്താൻ മനസ്സില്ലാത്തതുകൊണ്ട് അവർ ചില കുറുക്കു വഴികൾ തേടി അതിലൂടെ അകത്ത് കയറി ആനന്ദം കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. സാധ്യമാകുകയില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ പരമയാഗത്തോട് ഉടമ്പടി വച്ചിട്ടല്ലാതെ, ഈ കർത്താവായി യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടല്ലാതെ, തമ്പുരാനെ നീ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചവനാണ്, നീ മരിച്ചത് മുഖാന്തിരം എൻ്റെ മരണം മാറിക്കിട്ടി, എൻ്റെ പാപത്തിന് പരിഹാരം വന്നു, നിൻ്റെ കാൽവരി യാഗത്താൽ ഞാൻ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് നെഞ്ചകത്ത് ബോധ്യപ്പെട്ട് ദൈവ പദ്ധതിക്ക് സ്വയം സമർപ്പിച്ചിട്ടല്ലാതെ ഒരു വ്യക്തിക്കും അകത്ത് പ്രവേശിപ്പാനായിട്ട് കഴിയില്ല. കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വാതിലില്ല. വാതിലെന്ന വാക്കിൻ്റെ അർത്ഥം സംബന്ധിച്ച് മുൻപ് ഇതേ സന്ദേശങ്ങളിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വാതിലെന്ന വാക്കിൻ്റെ അർത്ഥം വാ ഇതിലെ എന്നാണ്. ഇതിലെ വരിക, ഞാനാണ് നിങ്ങൾക്കകത്ത് പ്രവേശിപ്പാനുള്ള കവാടം. പ്രിയപ്പെട്ടവരെ, കർത്താവല്ലാതെ മറ്റൊരാൾ സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നില്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരുത്തനിലൂടെ നമുക്ക് അത് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ പെന്തിക്കോസ്തി പ്രസംഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് അട്ടഹസിച്ച് വിളംബരം ചെയ്യുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല, ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. ഈ വാതിൽ കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. അതിന് ചേർത്ത് ഇങ്ങനെ കൂടെ പറയണം, പലരും സ്വർഗത്തെ ലക്ഷ്യമിടുന്നവരാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് വാതിലായി താൻ തന്നെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. വാതിൽ ഇതുവരെ അടച്ചിട്ടില്ല എന്നുകൂടെ നാം തിരിച്ചറിയണം. ആ വാതിലിനുള്ള പ്രത്യേകത, അത് കൃപയുടെ വാതിലാണ് എന്നുള്ളതാണ്. ഈ കൃപയുടെ വാതിലെന്ന് പറയുമ്പോൾ എന്താണ് കൃപ എന്നുകൂടെ നാം വീണ്ടും മനനം ചെയ്യണം. സ്നേഹിക്കപ്പെടുവാൻ 1% പോലും അർഹതയില്ലാത്തിടത്ത് ചൊരിയപ്പെടുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കൃപയെന്ന് ഒരു വ്യാഖ്യാനം നിങ്ങൾ കേട്ട് കാണുമല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള അവർണ്ണനീയമായ സ്നേഹമാണ് കൃപയെങ്കിൽ ആ സ്നേഹമാണ് പാപിയെ ഈ വാതിലിലൂടെ അകത്ത് കയറ്റുവാൻ യോഗ്യനാക്കി തീർക്കുന്നത്. പാപിയെ വിളിച്ച് സ്നേഹം പറയുകയാണ്, നിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹമാകുന്ന ദൈവം നിന്നെ വിളിക്കുകയാണ്, നിൻ്റെ പാപം ഈ യാഗത്താൽ പരിഹരിക്കപ്പെട്ടിരിക്കുകയാൽ നീ അകത്തു വരിക. അതുകൊണ്ടാണിത് കൃപയുടെ വാതിലായിത്തീരുന്നത്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ദേശകാല ഭാഷാ പരിമിതികളൊന്നുമില്ല. ആർക്കും അകത്തു വരാം. അവരുടെ പേര് പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, വർഗം പ്രശ്നമല്ല, ആർക്കും അകത്തു വരാം. ഈ പച്ച പരമാർത്ഥം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ ഒരുപാട് പേർ യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് രക്ഷ കണ്ടെത്തുവാൻ മനഃപൂർവ്വം സമർപ്പണമെടുക്കുന്നുണ്ട്. കാരണം അവർ തിരിച്ചറിയുകയാണ്, മറ്റൊരു വാതിൽ എനിക്ക് രക്ഷപ്പെടുവാനായിട്ടില്ല എന്ന്. യേശുക്രിസ്തുവാണ് ഏക വാതിൽ എന്ന തിരിച്ചറിവാണ് അനേകരെ ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പല വാതിലുകളും പലരും തുറന്നു കിട്ടുമെന്ന് നിരൂപിച്ചു, പല വഴികളിലൂടെ നടന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ആ വഴികളിലൊന്നും അവർ ഇടം കണ്ടില്ല. വിവേകമതികളായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയും, പാപപരിഹാരം പ്രാപിച്ചല്ലാതെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അരികിൽ ഒരു മനുഷ്യന് എത്താൻ കഴിയില്ല. പാപപരിഹാരം പ്രാപിപ്പാനുള്ള ഒരേ ഒരു വഴി, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വേറെ ഒരു മാർഗമില്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടെന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അടിവരയിട്ട സത്യമാണത്.
പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് മറക്കണ്ട. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ പാപി മരിക്കണം. എന്നാൽ പാപി മരിക്കണമെന്നിരിക്കെ തന്നെ പാപി മരിക്കാതിരിക്കാൻ പാപിക്ക് പകരമായി പരിശുദ്ധനായവൻ പാപിയുടെ പാപം ഏറ്റെടുത്ത് പ്രായശ്ചിത്തമായി തീർന്നതിലൂടെ, അതേ കർത്താവും രക്ഷിതാവുമായ നല്ല ഇടയൻ്റെ യാഗത്തിലൂടെ മാനവകുലത്തിന് അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. അത് കൃപയാൽ സാധിച്ചതാണ്. ഈ കൃപ സ്വായത്തമാക്കി തീർത്ത ദൈവമക്കൾ എല്ലാവർക്കും അകത്തു വരാം. ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഈ വാതിൽ ഇതുവരെ അടച്ചിട്ടില്ല എന്നറിയുക. നോഹയുടെ പെട്ടകവുമായി ബന്ധപ്പെടുത്തി യേശുക്രിസ്തുവാകുന്ന വാതിലിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. നോഹ ഒരു പെട്ടകം തീർത്തു ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. ലോകത്തെങ്ങും വലിയ നാശവും അനർത്ഥവും പെരുകിയപ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വക്രനും അക്രമിയുമായി തീർന്ന ഒരു കാലത്ത്, മനുഷ്യൻ മുഖാന്തിരം ലോകം ഏറ്റവും കൂടുതൽ വഷളായി തീർന്ന കാലത്ത്, മാനവകുലത്തെ, ഈ ലോകത്തെ നിലനിർത്തുവാൻ വേണ്ടി ദൈവം നോഹയിലൂടെ പെട്ടകം പണിയുകയാണ്. പെട്ടകം പണിത കാലം മുഴുവനും നോഹ ലോകത്തോട് പറഞ്ഞത് ജലപ്രളയം വരും, മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, ഭൂമി നശിക്കും, അകത്ത് കയറുന്നവർക്ക് രക്ഷ പ്രാപിക്കാമെന്നാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അത് കൃപയുടെ വാതിലാകുന്നത്. നാശമുള്ള ഒരു തലമുറയോടാണ്, പാപമുള്ള ഒരു തലമുറയോടാണ്, വക്രതയുള്ള ഒരു തലമുറയോടാണ് ദൈവം ഇപ്പോൾ കരുണ കാണിക്കുന്നത്. അകത്ത് കയറാൻ അവസരമുണ്ട്. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ പട്ടിയും പാമ്പും തേളും പഴുതാരയും പുഴുവും പന്നിയും എല്ലാം ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. അവയ്ക്ക് നോഹ പറഞ്ഞ പ്രസംഗം മനസ്സിലായി. രക്ഷപ്രാപിപ്പാനുള്ള ഏക വാതിൽ ഇത് മാത്രമാണെന്ന് അവയ്ക്ക് പിടികിട്ടി. ആ വാതിൽ കൃപയുടെ വാതിലാണ്. അത് രക്ഷപ്രാപിപ്പാനുള്ള വാതിലാണ്. സുരക്ഷിതത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണ്. അന്ന് നോഹ പണിത ആ പെട്ടകം ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ്. അന്ന് നോഹ പണിത ആ പെട്ടകം യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അന്ന് തുറന്നു വെച്ചിരുന്ന വാതിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. ആ പെട്ടകത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടും അനേകം പേർ പരിഹാസരൂപേണ പുറത്തു നിന്നതല്ലാതെ അകത്ത് കയറിയില്ല. നോഹയും അവൻ്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ പങ്കാളികളും ഉൾപ്പെടെ 4 ആണും 4 പെണ്ണും 8 പേരല്ലാതെ മനുഷ്യകുലത്തിൽ ആരും പെട്ടകത്തിനകത്ത് കയറിയില്ല. വിളിക്കാഞ്ഞിട്ടല്ല, വാതിൽ തുറന്ന് വയ്ക്കാഞ്ഞിട്ടല്ല, അവസരം കിട്ടാഞ്ഞിട്ടല്ല, നിഷേധിച്ചതാണ്. എന്നാൽ അകത്ത് കയറിയവ സംരക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പിന്നീട് പ്രളയമുണ്ടായി. നോഹ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. പെട്ടകത്തിന് വെളിയിലുണ്ടായിരുന്നവർക്ക് മഴ തുടങ്ങിയപ്പോഴേ ചഞ്ചലിപ്പ് തുടങ്ങി. മുട്ടപ്പം വെള്ളം പൊങ്ങിയപ്പോൾ പലരും പെട്ടകത്തിന് ചുറ്റും കൂടി മുട്ടി വിളിച്ചു, വാതിൽ തുറന്ന് ഞങ്ങളെ അകത്ത് കയറ്റണം, അബദ്ധം പറ്റിയത് ഇപ്പോഴാണ് പിടികിട്ടിയത്. സമയത്ത് കയറാതിരുന്നാൽ വാതിൽ അടച്ച ശേഷം പിന്നീടുള്ള അനുതാപം കൊണ്ട് പ്രയോജനമില്ല എന്നൊരു പാഠം കൂടെ നോഹയുടെ പെട്ടകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സമയത്ത് അനുതപിക്കണം, സമയത്ത് അകത്ത് കയറണം. സമയം കഴിഞ്ഞിട്ട് അനുതപിക്കുകയോ നിലവിളിക്കുകയോ ചെയ്താൽ നോഹ നിസ്സഹായനാണ്. നോഹ 3-ാം തട്ടിൻ്റെ കിളിവാതിൽ തുറന്ന് തൻ്റെ തലയും തൻ്റെ നരച്ച തലമുടിയും താടിയുമൊക്കെ പുറത്തേക്കിട്ടിട്ട് ഈ ജനത്തെ നോക്കി പൊട്ടിക്കരയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ വാതിൽ 100 കൊല്ലം തുറന്നിരുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ പെട്ടകം ഒരുക്കപ്പെട്ടത്? നിങ്ങൾക്കും കൂടെ ഇതിനകത്ത് ഇടമുണ്ടായിരുന്നല്ലോ. നിഷേധിച്ചത് നിങ്ങളാണ്, ഞാനല്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ന്യായവിധി നിങ്ങളുടെ വിധി നിർണയമാണ്. ദൈവം നിങ്ങളുടെ മേൽ വിധിച്ചതല്ല, നിങ്ങളാണ് ഉത്തരവാദി. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ജനം നശിച്ചത് ദൈവം കാണാതെയാണോ? എന്തുകൊണ്ട് ദൈവം ആ ജനം നശിക്കാൻ അനുവദിച്ചു എന്ന് ചോദ്യം ചെയ്യുന്നവർക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഒരു റൈറ്റുമില്ല. ദൈവം അവിടെ കുറ്റവാളിയല്ല. ദൈവം പെട്ടകം ഒരുക്കി വെച്ചു, അകത്ത് കയറാൻ ആവശ്യം പറഞ്ഞു, വാതിൽ മലർക്കെ തുറന്നു വെച്ചു, 100 കൊല്ലം കാത്തിരുന്നു. പക്ഷേ ജനം നിഷേധിച്ചതല്ലാതെ അകത്ത് കയറിയില്ല. എങ്ങനെയാണ് ദൈവം ഉത്തരവാദിയാകുന്നത്? അവരുടെ ന്യായവിധി നിർണയിച്ചത് ദൈവമല്ല, അവരാണ്. ഒരു ജലപ്രളയമുണ്ടാകുമെന്നും വെള്ളപ്പൊക്കം വരുമെന്നും ഭൂമി നശിക്കുമെന്നും വ്യക്തമായി നോഹയിലൂടെ ദൈവം സംസാരിച്ചിട്ട് അകത്ത് കയറാൻ വിമുഖത കാണിച്ച് അഹങ്കാരത്തോടെ പുറത്തു നിന്ന് തനിക്ക് താൻ പോരുമ എന്ന തീരുമാനമെടുത്തവർ നശിച്ചെങ്കിൽ ദൈവം എങ്ങനെയാണ് പ്രിയരെ ഉത്തരവാദിയാകുന്നത്? ദൈവത്തെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയുക, ദൈവം കരുണയുള്ളവനാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം സത്യവാനാണ്. ഇതാ കൃപയുടെ വാതിൽ, യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിൻ്റെ വാതിൽ, സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്.
ആ വാതിൽ അടച്ചിട്ടില്ല ഇതുവരെ. യേശു ക്രിസ്തു വീണ്ടും വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് മഹത്വത്തിൽ പ്രവേശിച്ചാൽ വാതിൽ അടയ്ക്കും. ഇപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആർക്കും ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാം. അതിനുള്ള കാഹളമാണ് ദൈവം ഈ സന്ദേശത്തിലൂടെ ലോകത്തോട് വിളംബരം ചെയ്യുന്നത്. ആദ്യം പറഞ്ഞതുപോലെ അതിന് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും ബാധകമല്ല. ഈ തുറന്നു വച്ചിരിക്കുന്ന വാതിൽ കൃപയുടെ വാതിലാണ്. അത് അകത്തു വരുന്നവരാരെന്ന് നോക്കാതെ അതിന് മനസ്സോടെ തീരുമാനത്തോടെ സമർപ്പണത്തോടെ അകത്തു വരുന്ന ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള വാതിലാണ്. അത് യേശു ക്രിസ്തു ആകുന്ന വാതിലാണ്. പ്രിയപ്പെട്ടവരെ, അകത്ത് കടക്കുവാൻ വേറെ വഴി തേടരുത്. അങ്ങനൊരു വഴിയില്ല. ഇനി വഴി വെട്ടിത്തുറന്ന് അകത്ത് കയറിയാൽ അകത്ത് ആൾ സുരക്ഷിതനായിരിക്കില്ല. വിരുന്നുശാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പോലെ കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിൽ തള്ളപ്പെട്ടേക്കും. അതുകൊണ്ട് സാമർഥ്യം കാണിക്കാനല്ല ഇപ്പോൾ നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ ബുദ്ധികൂർമ്മത കൊണ്ട് അകത്ത് കയറാമെന്നല്ല നാം നനയ്ക്കേണ്ടത്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് വേണ്ടത്. അനുതാപത്തോടെ അടുത്തു വരുമെങ്കിൽ, ക്രൂശിലെ യാഗത്തോട് ഉടമ്പടി വയ്ക്കുമെങ്കിൽ, പാപത്തെ ഏറ്റുപറയുമെങ്കിൽ, വാസ്തവമായും പശ്ചാത്തപിക്കുമെങ്കിൽ, നാഥ നീയല്ലാതെ എനിക്ക് രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു സാധ്യതയില്ലെന്ന് സമ്മതിക്കുമെങ്കിൽ, ഏകവാതിലാകുന്ന യേശു ക്രിസ്തുവിലൂടെ അകത്ത് പ്രവേശിച്ച് അവനിൽ തന്നെ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ എല്ലാ ആടുകൾക്കും അവസരമുണ്ട്. ഇനി നിഷേധിയായി പോകുന്നുവെങ്കിൽ, നോഹയുടെ കാലത്ത് പ്രളയത്തിൽപ്പെട്ട് പട്ടുപോയ ജനതയ്ക്കൊപ്പം ഈ നിഷേധികളും പട്ടുപോകുമെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ദൈവമാകില്ല. എത്ര നാളുകളായി, എത്ര സഹസ്രങ്ങളായി ഈ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. തലമുറകളായി ദൈവം ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിപ്പാൻ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആധുനിക കാലത്ത് മീഡിയ വഴിയായി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ രക്ഷയുടെ സന്ദേശം എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാരുടെയും നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല, ആർക്കു വേണ്ടിയും ചെയ്യേണ്ടതല്ല. അവരവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവരവർക്ക് വേണ്ടി അവരവർ ചെയ്യേണ്ടതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ആരുടെ മേലും ഒരു സമ്മർദ്ദവുമില്ല, ആരെയും ഭീഷണിപ്പെടുത്തുന്നുമില്ല. അവരവർ തീരുമാനിക്കേണ്ടതാണ്. എൻ്റെ വിധി എന്തെന്ന് നിർണയിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന പാഠം ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയുകയാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇപ്പോഴാണ് അവസരം, ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇത് തന്നെയാണ് രക്ഷാ ദിവസം. ഓർക്കുക, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പി. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, ഏതു വിധേന അത് സംഭവിക്കുമെന്നറിയില്ല. നാം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരുന്നാൽ പിന്നെ അതിന് അവസരം കിട്ടിയില്ലെന്ന് വരാം, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് അതിനുള്ള സമയം. ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുക, രക്ഷ പ്രാപിക്കുക, സന്തോഷം കണ്ടെത്തുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചേർത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ ഓരോരുത്തരോടും വ്യക്തമായും വ്യക്തിപരമായും അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. കർത്താവാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് രക്ഷ പ്രാപിപ്പാൻ കാഹളം മുഴങ്ങുകയായിരുന്നല്ലോ കഴിഞ്ഞ നാഴികയിൽ. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് എത്രമാത്രം കരുണയുള്ളവനാണെന്ന്, അവിടുത്തെ കൃപ എത്ര അഗോചരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തുറക്കപ്പെട്ട വാതിലാകുന്ന മിശിഹാ തമ്പുരാനെ, കർത്താവിൻ്റെ പരമയാഗം ഞങ്ങൾ വിശ്വസിച്ചിട്ട് ആ യാഗത്തിലൂടെ, ആ തുറക്കപ്പെട്ട വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വലിയ മഹത്വത്തിൽ ഞങ്ങൾ ആനന്ദം കൊള്ളുവാൻ ഇതിൽ ശ്രോതാക്കളായിരുന്ന എല്ലാവർക്കും, ഇതിൽ പങ്കുചേരുന്ന മുഴുവൻ ആളുകൾക്കും ഭാഗ്യം ലഭിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പുറത്തായി പോകല്ല തമ്പുരാനെ, ആരും നഷ്ടപ്പെട്ടു പോകല്ല തമ്പുരാനെ. എല്ലാവരുടെയും ഉള്ളത്തിൽ ആത്മാവ് പരിവർത്തനം ചെയ്യട്ടെ. എല്ലാ ഹൃദയവും തിരുത്തപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യട്ടെ. ഈ നല്ല ദിവസം ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന്. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody